ചരിത്രപ്രസിദ്ധമായ കോട്ടാങ്ങൽ പടയണിക്ക് ജനുവരി 19 ചൂട്ടുവയ്ക്കും. പരമ്പരാഗത രീതിയിൽ കുളത്തൂർ കോട്ടാങ്ങൽ കരകളാണ് ക്ഷേത്രത്തിൽ പടയണി അവതരിപ്പിക്കുന്നത്. ഏറെ ചരിത്രപ്രസിദ്ധമായ കോട്ടാങ്ങൽ പടയണിക്ക് ജനുവരി 19 ചൂട്ടുവയ്ക്കും. ജനുവരി 26 വരെ വിപുലമായ ആഘോഷ പരിപാടികളോടെ പടയണി നടക്കും. ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി. ക്ഷേത്രത്തിലെ 28 പടയണിക്ക് ഡിസംബർ 30 ചൂട്ടുവച്ചത്. മധ്യ തിരുവിതാംകൂറിലെ അതിപ്രശസ്തമായ കോട്ടാങ്ങൽ പടയണിക്ക് ആചാരനിഷ്ഠമായ ഒട്ടേറെ പ്രത്യേകതകളാണുള്ളതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 19 ചൂട്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്നടവിട്ടുള്ള ദിവസങ്ങളിൽ കോട്ടാങ്ങൽ കുളത്തൂർ കരക്കാർ അവരുടേതായിട്ടുള്ള പടയണി ചടങ്ങുകൾ തുടങ്ങുകയാണ്. 20 ചൂട്ടുവലത്ത്, 21 കുളത്തൂരിൻ്റെ ഗണപതി കോലം, 22 കോട്ടാങ്ങൽക്കരയുടെ ഗണപതി കോലം, അതുപോലെ തന്നെ 23, 24 ദിവസങ്ങളിൽ കുളത്തൂരും കോട്ടാങ്ങൽ അടവി മഹോത്സവം, അതുപോലെ തന്നെ 25, 26 തീയതികളിൽ വലിയ പടയണിയും നടക്കുകയാണ്. പരമ്പരാഗത രീതിയിൽ കുളത്തൂർ കോട്ടാങ്ങൽ കരകളാണ് ക്ഷേത്രത്തിൽ പടയണി അവതരിപ്പിക്കുന്നത്. കോട്ടാങ്ങൽ പടയണിക്ക് വിപുലമായ രീതിയിൽ തന്നെ സർക്കാർ തല മുന്നൊരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ടെന്നും ക്ഷേത്രം ദേവസ്വം ഭാരവാഹികൾ പറഞ്ഞു. കോട്ടാങ്ങൽ പടയണിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആചാര്യന്മാർ, നമ്മുടെ പടയണി ആശാന്മാർ ഒക്കെ നമുക്ക് പകർന്നു നൽകിയിട്ടുള്ള ആ ഒരു ചിട്ടവട്ടങ്ങൾ കടുകിട വ്യത്യാസമില്ലാതെ ഇപ്പോഴും അത് ആചരിച്ചു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കോട്ടാങ്ങൽ ദേശത്തെ മുഴുവൻ ജാതി മത ചിന്തകൾക്കതീതമായി മുഴുവൻ ആൾക്കാരും പങ്കെടുക്കുന്ന ഒരു പടയണിയാണ് കോട്ടാങ്ങലിലേത്. അപ്പോൾ ആ പടയണിക്ക് എത്തിച്ചേരുന്ന എല്ലാവർക്കും വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും സർക്കാർ തലത്തിലും പടയണി സംബന്ധമായ എല്ലാം നമ്മൾ ചെയ്തിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.